കേരളത്തിലെ ഭരണകക്ഷി ഇടതുമുന്നണിയും അതുപോലെ CPM-ഉം വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. CPM-ന് പല കള്ളത്തരങ്ങളും ഉണ്ട് എന്ന് വളരെയധികം വ്യക്തമാകുമ്പോൾ CPM-നെ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് ഘടകകക്ഷികൾ എല്ലാവരും തയ്യാറായി നിൽക്കുന്നത്. CPM-ന് നാണം കെടാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങൾ CPM-ന് ഉത്തരം പറയാൻ കഴിയാത്ത നിമിഷങ്ങളായി മാറും എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, ആ വിഷയത്തിൽ CPM-CPI അഭിപ്രായ ഭിന്നത വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ എന്തുത്തരം പറയാൻ CPM-ന് കഴിയും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. RSS കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രശ്നമാണെന്നും ഗുരുതര രാഷ്ട്രീയ കുറ്റമാണെന്നും CPI പലവട്ടം ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ADGP-യുടെ വ്യക്തിപരമായ വിഷയമായി ഒതുക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് തന്നെയാണ് ഇത് കാരണമായേക്കാവുന്ന തരത്തിൽ വളർന്നിരിക്കുന്ന ADGP പ്രശ്നം. അടുത്ത മാസം നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം അതിശക്തമായ വിഷയം ഉന്നയിക്കുമ്പോൾ CPI എന്ത് സമീപനം സ്വീകരിക്കുമെന്നത് വളരെയധികം നിർണായകമാകും. ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രസ്താവനകളിലും CPM-ന്റെ നയം ശരിയല്ല എന്ന് പറഞ്ഞ CPI ഇനി പ്രതിപക്ഷം പറയുന്ന നിയമസഭയിൽ എന്ത് ഉത്തരം പറയുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അന്വേഷണത്തിൽ കടുത്ത വിശ്വാസക്കുറവാണ് CPI പ്രകടിപ്പിക്കുന്നത്. കാരണം രാഷ്ട്രീയ പ്രശ്നത്തിൽ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നത് എന്ന് CPI ചോദിക്കുന്നു. അതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നും ADGP-യെ ഉടനടി ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണം, പുറത്താക്കണമെന്നും CPI ആവർത്തിക്കുമ്പോൾ വിശ്വസ്തനെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ചെയ്യുന്നത് എന്ന വലിയ ആക്ഷേപമാണ് ഉയരുന്നത്. നിലമ്പൂരിലെ MLA PV അൻവർ നമ്മൾ എത്രയോ ദിവസമായി കേൾക്കുന്നു, എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഭരണപക്ഷ MLA ഭരണപക്ഷത്തിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ അതിശക്തമായ ഗുരുതരമായ ആരോപണങ്ങൾ തുറന്നുവിടുമ്പോൾ അതിനെ എതിരെ കേട്ടു നിൽക്കാനല്ലാതെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇനി നിയമസഭയിൽ ചോദിക്കാൻ പോകുന്നത് പ്രതിപക്ഷം. മലപ്പുറത്ത് ഒരു പോലീസ് മേധാവിയെയും 8 DYSP-മാരെയും കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ മുഖ്യമന്ത്രി പക്ഷേ ADGP-യുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം പൊതുസമൂഹത്തിൽ CPI-യുടെ പ്രതിച്ഛായക്ക് അവമതിപ്പുണ്ടാക്കുകയാണെന്ന വിലയിരുത്തലാണ് പാർട്ടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്തുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പാടെ അംഗീകരിച്ചത് രാഷ്ട്രീയ പാളിച്ചയായെന്നൊരു അഭിപ്രായവും CPI നേതാക്കൾക്കുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് തട്ടിപ്പാണെന്നറിഞ്ഞിട്ടും അതുപോലെ വിഴുങ്ങാൻ CPI തയ്യാറായത് അബദ്ധമാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. അന്വേഷണം സംബന്ധിച്ച് യാതൊരു തുടർ നടപടിയും സ്വീകരിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുന്നണിയിലെ രണ്ടാം കക്ഷിയെ അപമാനിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന വ്യക്തമായ ധാരണ CPI-യുടെ സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയായി വന്നിരിക്കുന്നു. ഇടതുപക്ഷം എക്കാലത്തും ശക്തമായി എതിർക്കുന്ന സംഘടനയായ ഒരു RSS-ന്റെ നേതാക്കളുമായി ഇടത് സർക്കാരിന്റെ പ്രതിനിധിയായ ഒരു പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തുന്നത് അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാണെന്നും അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും അതിനപ്പുറം അത് ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് നിരക്കാത്തതാണെന്നും പരിഹാരം കാണേണ്ടത് എത്രയും പെട്ടെന്നാണെന്നും CPI വ്യക്തമാക്കുകയാണ്. ADGP-ക്കെതിരായ നടപടി ഒരു തരത്തിലും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇത് മുഖവിലക്കെടുക്കാതെ ഇക്കാര്യവും DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞ് വിഷയം വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണ് മുഖ്യമന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ശ്രമിക്കുന്നത്. അത് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ്. പക്ഷെ RSS-മായി നടന്ന രഹസ്യ കൂടിക്കാഴ്ച രാഷ്ട്രീയ പ്രശ്നമാണെന്ന് അംഗീകരിക്കാതെ ADGP-യുടെ വ്യക്തിപരമായ വിഷയമായി ഒതുക്കാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടത് പ്രശ്നമല്ല, എന്തിനു കണ്ടു എന്നാണ് പ്രശ്നം എന്ന് വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ല എന്നുമാണ് CPM നേതാക്കൾ പറയുന്നത്. കൂടിക്കാഴ്ചയെ ന്യായീകരിക്കാനായി RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണെന്ന് വരെ ഒരു ഇടതു നേതാവ്, അതും കേരളത്തിന്റെ സ്പീക്കർ സമ്മതിക്കുന്ന ഒരു കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ കൗതുകം എന്നല്ല അപമാനകരമായി മാറിയിരിക്കുകയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഇടത് സർക്കാരിന്റെ ജനവിധിക്ക് വിപരീതമായി നടന്നൊരു കൂടിക്കാഴ്ച ഒരു തരത്തിലും രാഷ്ട്രീയമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടുമായി കടുത്ത എതിർപ്പാണ് CPI ഉന്നയിക്കുന്നത്. ഇടതുമുന്നണിയിലെ മറ്റു ഘടകകക്ഷികൾക്കും ഇതോടൊപ്പം തന്നെ വിയോജിപ്പുണ്ട്. ADGP-യെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എങ്കിലും മാറ്റാതെ ഇനി മുന്നോട്ട് പോകുന്നത്
മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. RSS കൂടിക്കാഴ്ചയും DGPയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ DGP ഇത് വെച്ച് അന്വേഷിച്ചാൽ ഒരുപക്ഷെ കുടുങ്ങുന്നത് വെറും ADGP മാത്രമായിരിക്കില്ല, പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഈ RSS ബന്ധത്തിൽ കുടുങ്ങും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ഉത്തരവോ നിർദ്ദേശമോ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല ഇതുവരെ മുഖ്യമന്ത്രി. ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് വഴങ്ങിയത് തർക്കമൊഴിവാക്കാനാണെന്നും ADGPക്കെതിരായ നടപടി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും CPIയുടെ ദേശീയ സമിതിയിൽ തന്നെ വ്യക്തമാകുകയാണ്. ഹിന്ദുത്വ വർഗീയ ശക്തികളുമായി നിരന്തര പോരാട്ടമാണ് ഇടതു പാർട്ടികൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവരുമായി യോജിച്ചു പോകുന്ന CPMന്റെ നേതാക്കളെ കണ്ടില്ല എന്ന് നടിക്കാൻ CPIക്കായില്ല. അതുകൊണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ CPI അന്ന് ആ നിമിഷം പിരിച്ചുവിടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സംഘടനയുടെ നേതാക്കളെ പോലീസ് മേധാവി സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ജനങ്ങളോട് ഉത്തരം പറയാൻ കഴിയാത്തൊരവസ്ഥയായി മാറും. അതുകൊണ്ടാണ് ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് CPI ആവശ്യപ്പെടുന്നത്. DGP അന്വേഷിക്കുമെന്ന് പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ADGP RSS കൂടിക്കാഴ്ച അത് രാഷ്ട്രീയ വിഷയമാണ്. ഇടതു പാർട്ടികൾ കേരളത്തിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുതിർന്നൊരു ഉദ്യോഗസ്ഥൻ തങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായ സംഘടനയായ RSSന്റെ നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ചു എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഏറെ ഗൗരവമുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം പോലും പരിഹരിക്കാതെ പിണറായി വിജയനും CPMനും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു തൃശൂർ പൂരമോ അല്ലെങ്കിൽ ഒരു RSS ബന്ധം മാത്രമല്ല, ഈ കുത്തഴിഞ്ഞ വ്യവസ്ഥ CPMനകത്ത് രൂപം കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും ഈ ഇടതുമുന്നണിയെ കൊണ്ടെത്തിച്ചിരിക്കുന്ന RSSന്റെ തൊഴുത്തിൽ കെട്ടിയിട്ട് അവിടെ നിന്ന് ഭരിക്കുന്ന ഒരവസ്ഥ അത് കേരളത്തിലെ ഇടതുമുന്നണിക്ക് അപമാനമാണ്. അത് വരും ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ ഉത്തരം ഇടതുമുന്നണി പറയേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയേണ്ടി വരും. ആ ഉത്തരം ശരിയല്ല എങ്കിൽ മാനവും മര്യാദയുമുള്ളൊരു ഘടകകക്ഷിയാണെങ്കിൽ CPIക്ക് ഇടതുമുന്നണി വിട്ട് പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്.